മലപ്പുറം പാണക്കാട് മണ്ണിടിച്ചിലുണ്ടായ പ്രദേശത്ത് അപകട സാധ്യത നിലനിൽക്കുന്നുണ്ട്. ആളുകളെ മാറ്റിയെങ്കിലും എടേപ്പാലത്ത് വെള്ളം താഴേക്ക് ഒലിച്ചിറങ്ങുന്നതും സമീപത്തെ വീടുകൾക്ക് വിള്ളൽ വീണതും ആശങ്ക വർദ്ധിപ്പിക്കുകയാണ്. പാണക്കാട് ഹൈസ്കൂളിലാണ് ദുരിതാശ്വാസ ക്യാമ്പ് പ്രവർത്തിക്കുന്നത്. അതേസമയം നിർമ്മാണ അനുമതികൾ നഗരസഭയും ജിയോളജി വകുപ്പും റദ്ദാക്കി. മലപ്പുറം വേങ്ങര സംസ്ഥാന പാതയിൽ ഗതാഗതം ഇനിയും പുനഃസ്ഥാപിക്കാനായിട്ടില്ല. മുബഷിർ പി അക്ബർ നൽകും വിശദാംശങ്ങൾ. മുബഷിർ, തലനാരിഴയ്ക്ക് ഒഴിവായ അപകടമാണ്. ദൃശ്യങ്ങൾ കാണുമ്പോൾ ഇപ്പോഴും ഭീതിയാണ്. നിലവിലെ അവിടുത്തെ സാധ്യത എന്താണ്? ഇപ്പോഴും ഒരു അപകട സാധ്യത നിലനിൽക്കുന്നുണ്ടോ? ഈ പ്രദേശത്ത് ഇനിയും ആളുകളെ മാറ്റാനുണ്ടോ? ജനവാസ മേഖലയിൽ തൊട്ടടുത്തുള്ള വീടുകളിലെ ആളുകളെയൊക്കെ തന്നെ പൂർണ്ണമായിട്ടും ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ആളുകളൊക്കെ തന്നെ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റിയിട്ടുണ്ടെങ്കിലും ഈ മണ്ണിടിച്ചിലുണ്ടായ പാണക്കാട് എടായിപ്പാലം ഭാഗത്ത് ഇപ്പോഴും മണ്ണിടിച്ചിൽ ഭീഷണി തുടരുകയാണ്. അവിടെ ഇന്നലെ രാത്രിയോടുകൂടിയും ചെറിയ രീതിയിലുള്ള മണ്ണിടിച്ചിൽ ഉണ്ടായി എന്ന് വേണം മനസ്സിലാക്കാൻ. ആളുകൾ പൂർണ്ണമായി മാറ്റിയതിനു ശേഷവും ഇന്നലെ തുടർച്ചയായിട്ട് 2 തവണ അവിടെ മണ്ണിടിഞ്ഞിരുന്നു. അതിന്റെ ദൃശ്യങ്ങൾ ഉൾപ്പെടെ റിപ്പോർട്ടർ പുറത്തുവിട്ടിരുന്നു. വലിയ അപകട ഭീഷണി ഇപ്പോഴും ആ ഒരു മേഖലയിൽ നിലനിൽക്കുന്നുണ്ട്. വിശേഷം അശാസ്ത്രീയമായിട്ടുള്ള മണ്ണെടുപ്പ് കഴിഞ്ഞ കുറച്ചു കാലമായ ഒരു മേഖലയിൽ തുടർന്നിരുന്നു എന്ന് തെളിയിക്കുന്ന നിർണായക രേഖകൾ റിപ്പോർട്ട് ഇന്നലെ പുറത്തുവിട്ടിരുന്നു. നഗരസഭ കൊടുത്ത മണ്ണെടുക്കാനുള്ള അനുമതിയുടെ തീയതി കഴിഞ്ഞിട്ടും അവിടെ മണ്ണെടുപ്പ് തുടർന്നിട്ടുണ്ട്. അതിന്റെ ദൃശ്യങ്ങൾ ഉൾപ്പെടെയായിരുന്നു റിപ്പോർട്ടർ പുറത്തുവിട്ടിരുന്നത്. അതോടൊപ്പം തന്നെ പാറ പൊട്ടിക്കുന്നതിന് വേണ്ടി ജിയോളജി വകുപ്പ് കൊടുത്ത ആ തീയതി കഴിഞ്ഞിട്ടും അവിടെ പാറ പൊട്ടിക്കുന്നതുമായി ബന്ധപ്പെട്ട നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നിരുന്നു. അതുൾപ്പെടെ ഈ മണ്ണിടിച്ചിലിന് കാരണമായിട്ടുണ്ടോ എന്നുള്ളതാണ് ഇനി മനസ്സിലാക്കേണ്ടത്. അതുമായി ബന്ധപ്പെട്ട ഒരു വിദഗ്ധ പരിശോധന തന്നെ ഇക്കാര്യത്തിൽ അനിവാര്യമായിട്ടുണ്ട്. ആ മേഖലയിലെ പ്രദേശവാസികളായിട്ടുള്ള 100-ലധികം വരുന്ന വീട്ടുകാരെയാണ് കഴിഞ്ഞ ദിവസം പാണക്കാട് ഹൈസ്കൂളിലെ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റിയിരിക്കുന്നത്. എടായിപ്പാലത്തെ മണ്ണിടിച്ചിലിന് തൊട്ട് പിന്നാലെ തൊട്ടടുത്തുള്ള വീടുകളിൽ വിള്ളലുകൾ രൂപപ്പെട്ടിട്ടുണ്ട്. അതിന്റെ മുകളിൽ പ്രവർത്തിക്കുന്ന ഏകദേശം 1.5 കിലോമീറ്റർ അപ്പുറത്തുള്ള മുകൾ ഭാഗത്ത് പ്രവർത്തിക്കുന്ന ഇംഗൽ സിറ്റി എന്ന് പറയുന്ന അർദ്ധ സർക്കാർ സ്ഥാപനമായിട്ടുള്ള ഈ സ്ഥാപനത്തിന് വേണ്ടി അവിടെ സ്ഥാപിക്കുന്ന 50 ഏക്കറിലധികം ഭൂമിയിൽ വരുന്ന ഒരു സോളാർ പാനലിന്റെ നിർമ്മാണ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ നാട്ടുകാർക്കിടയിൽ പരാതിയുണ്ട്. ഈ നിർമ്മാണ പ്രവർത്തനം അശാസ്ത്രീയമാണ്, ഏത് ഘട്ടത്തിലും മണ്ണിടിയാനുള്ള സാധ്യതയുണ്ട്, ചെളിവെള്ളം അവരുടെ വീടുകളിലേക്ക് ഒലിച്ചിറങ്ങുന്നുണ്ട്, അതുമൂലം വിള്ളലുകൾക്ക് വലിയ കേടുപാടുകൾ സംഭവിക്കുന്നുണ്ടെന്ന് പറഞ്ഞതായിരുന്നു. അവരുടെ പരാതികൾക്ക് തൊട്ടു പിന്നാലെയായിരുന്നു ഇന്നലെ രാവിലെയോടുകൂടി നാടിനെ നടക്കിയ ദാരുണമായിട്ടുള്ള അപകടമുണ്ടാകുന്നത്. തലനാരിഴക്കായിരുന്നു നാട്ടുകാരായിട്ടുള്ള ആളുകൾ ആ മേഖലയിലൂടെ സഞ്ചരിച്ചിരുന്ന യാത്രക്കാരൊക്കെ തന്നെ രക്ഷപ്പെട്ടിരുന്നത്. ഇത് സംസ്ഥാന പാതയാണ്. നാടുകാണി പരപ്പനങ്ങാടി സംസ്ഥാന പാത പാണക്കാട് ഭാഗമാണ്. സംസ്ഥാന വ്യവസായ വകുപ്പ് മന്ത്രി PK കുഞ്ഞാലിക്കുട്ടിയുടെ വീട് തൊട്ടപ്പുറത്ത് 200 മീറ്റർ അകലെയാണ്. ഇപ്പുറത്ത് സാദിഖലി ശിഹാബ് തങ്ങളുടെ വീടുണ്ട്. മുനമ്പർലി തങ്ങളടങ്ങുന്ന തങ്ങൾ കുടുംബത്തിന്റെ വീട് ഉൾപ്പെടെ സ്ഥിതി ചെയ്യുന്ന പ്രധാനപ്പെട്ട ഭാഗമാണ്. നിരവധി ആളുകൾ വരുന്നൊരു മേഖല കൂടിയാണ്. ഇപ്പോൾ ആ സംസ്ഥാന പാത പൂർണ്ണമായിട്ടും അടഞ്ഞു കിടക്കുന്നു. അവിടെയുള്ള ഗതാഗതം പുനഃസ്ഥാപിക്കാൻ സാധിച്ചിട്ടില്ല. കള്ളാടിയിലൊക്കെ തന്നെ കണ്ടതിന് സമാനമായ രീതിയിൽ മണ്ണ് ഈ പാതയിൽ അടിഞ്ഞുകൂടിയിട്ടാണ്. അത് പൂർണ്ണമായിട്ടും നീക്കം ചെയ്യേണ്ടിയിരിക്കുന്നു. ഇന്നലെ ഇപ്പോൾ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി PK ബഷീർ ഇക്കാര്യത്തിൽ പറഞ്ഞത് അടിയന്തര നടപടികൾ സ്വീകരിച്ചു വരികയാണ്. ഗതാഗതം പുനഃസ്ഥാപിക്കാനുള്ള നീക്കങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. മറ്റു വഴികളിലൂടെയുള്ള ഗതാഗതമാണ് ഇപ്പോൾ അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒതുക്കുകൾ ഭാഗത്തുകൂടിയും കോണോമ്പോറ ഭാഗത്തുകൂടി തിരിഞ്ഞു പോവുകയാണ് ആളുകൾ. മലപ്പുറത്ത് നിന്ന് വേങ്ങര ഭാഗത്തേക്ക് പോകുന്ന ആളുകൾ വലിയ ബുദ്ധിമുട്ട് അവരെ സംബന്ധിച്ച് ഉണ്ടാക്കുന്നുണ്ട്. അതുൾപ്പെടെ പരിഹരിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുന്നു എന്നുള്ളതാണ് പൊതുമരാമത്ത് മന്ത്രിയും അറിയിച്ചിട്ടുള്ളത്. ഇക്കാര്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അവിടെ ഇപ്പോഴും അപകട ഭീഷണിയുണ്ട്, മണ്ണിടിച്ചിൽ ഭീഷണിയുണ്ട്. ഏത് ഘട്ടത്തിലും വീണ്ടും കുന്നിന് ചെരുവ് താഴോട്ട് നിലം പൊത്താനുള്ള സാധ്യതയുണ്ട്. താഴ്ഭാഗത്തു കൂടി കടലുണ്ടിപ്പുഴയാണ് ഒഴുകിപ്പോകുന്നത്. വീണ്ടും അതിലോട്ട് മണ്ണ് പതിച്ചാൽ തൊട്ടപ്പുറത്ത് ജനവാസ മേഖലയിലേക്ക് അതെത്തും. വെള്ളപ്പൊക്കം ഉൾപ്പെടെ ഉണ്ടാകും. വീടുകളിലേക്ക് വെള്ളം ഇരച്ചെത്തുന്ന ഒരു സാഹചര്യം ഉൾപ്പെടെ ഉണ്ടാകും. അത് മറികടക്കണമെങ്കിൽ എന്തെങ്കിലും ജാഗ്രതാ നടപടിയിലേക്ക് സർക്കാർ കടക്കണമെന്നുള്ളതിന് ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം. ഇക്കാര്യത്തിൽ ഇന്നലെ വലിയ അവ്യക്തത നിലനിന്നിരുന്നു. ഇതിന്റെ ലൈസൻസുമായി ബന്ധപ്പെട്ട് എന്ത് തരത്തിലുള്ള നിർമ്മാണ പ്രവർത്തനമാണ് നടത്തുന്നത്, ഈ സ്ഥലം ഉടമയാരാണ്, അദ്ദേഹത്തിന് അനുമതി കൊടുത്താരാണെന്ന ചോദ്യങ്ങളൊക്കെ തന്നെ ഉയർന്നിരുന്നു. ആദ്യഘട്ടത്തിൽ കൃത്യമായിട്ടുള്ള മറുപടി പറയാൻ നഗരസഭയ്ക്കോ ജിയോളജി വകുപ്പിനൊന്നും തന്നെ സാധിച്ചിരുന്നില്ല. പിന്നീട് പല രേഖകൾ സമർപ്പിച്ചുകൊണ്ടായിരുന്നു അവർ വിശദീകരണവുമായിട്ട് രംഗത്ത് വന്നിരുന്നത്. നഗരസഭയുൾപ്പെടെ പറഞ്ഞിരുന്നത് കഴിഞ്ഞ ജൂൺ 20 നഗരസഭ മണ്ണെടുക്കുന്നതിന് വേണ്ടി കൊടുത്ത അനുമതി കഴിഞ്ഞിട്ടുണ്ട്. അതിനുശേഷവും സ്ഥലം ഉടമ നൌഫലിന്റെ നേതൃത്വത്തിൽ അവിടെ മണ്ണെടുപ്പ് തുടർന്നിരുന്നു. അതുൾപ്പെടെയാണ് അപകടത്തിലേക്ക് നയിച്ചത് എന്നുള്ളതായിരുന്നു നഗരസഭാ ചെയർപേഴ്സൺ റിനീഷ പറഞ്ഞിരുന്നത്. അതേസമയം ADM ആ ഒരു മേഖല സന്ദർശിച്ച ശേഷം അൻവർ സാദത്ത് പറഞ്ഞിരുന്നത് ഈ മേഖലയിൽ പാറ പൊട്ടിക്കുന്നതിന് വേണ്ടിയുള്ള അനുമതി ഉൾപ്പെടെ നൽകിയിട്ടുണ്ട്. നഗരസഭയുടെ അനുമതിയോടുകൂടിയാണ് അത് ജിയോളജി വകുപ്പ് നൽകിയത് എന്നുള്ളതായിരുന്നു. ഇക്കാര്യത്തിൽ അധികൃതർ പരസ്പരം പല വാദങ്ങൾ ഉന്നയിക്കുമ്പോഴും ജനങ്ങളുടെ സുരക്ഷിതത്വത്തിന് ആരാണ് ഉത്തരവാദി എന്ന ചോദ്യത്തിനെയാണ് ഇവിടെ ബാക്കിയാകുന്നത്. ദുരിതാശ്വാസ ക്യാമ്പുകൾ ഇപ്പോഴും അവിടെ പ്രവർത്തിക്കുന്നത്. പാണക്കാട് ഹൈസ്കൂളിലാണ് 30-ലധികം കുടുംബങ്ങളുള്ളത്. ഈ മേഖലയിലെ ഈ പ്രകൃതിപരമായിട്ടുള്ള വലിയ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള നടപടികളിലേക്ക് സർക്കാർ അധികൃതർ കടക്കണമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം. അതാണ്. എന്തായാലും വലിയ അപകടമാണ് ഒഴിവായി പോയത്. മുന്നറിയിപ്പുകളെല്ലാം അവഗണിച്ചുകൊണ്ടുള്ള നിർമ്മാണ പ്രവർത്തികളൊക്കെ അതിന് വലിയ കാരണമായിട്ടുണ്ട്.
മുബഷീർ പി അക്ബറാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.